ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി ബെനഡിക്ട് പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന. ഇന്ന് 84-ാം ദിനം. ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുമ്പോൾ അവരെ നമുക്ക് അനുഗ്രഹിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 26-ാം അധ്യായം 12-ാം വചനം. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. പ്രാർത്ഥനയായി യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ കാണുന്നു. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾ മൂലം സമാധാനം നഷ്ടപ്പെടുന്ന പല അവസ്ഥകളുണ്ട്. വിഷമിക്കുന്ന മാതാപിതാക്കൾ നമ്മളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ സമർപ്പിക്കാം. അവരുടെ ജീവിതത്തിലെ എല്ലാ തെറ്റിദ്ധാരണകൾ, മാതാപിതാക്കളുടെ മത്സരങ്ങൾ, കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള വഴക്കുകൾ, വിദ്വേഷത്തിന്റെ കലഹത്തിന്റെ മേഖല, ഉപദേശങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത മക്കളുടെ അവസ്ഥ, പ്രായത്തിന്റെ പക്വതയില്ലായ്മ, എടുത്തുചാട്ടം, ദുശാഠ്യം. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം മക്കളുടെ ജീവിതത്തെ വഴി നടത്തുവാനും സമാധാനപൂർണ്ണമായി മക്കൾ ശാന്തരായി ജീവിക്കുവാൻ, വളരെയധികം രോഷാകുലരാകുന്ന, അക്രമാസക്തമാകുന്ന ആ പ്രവണത എടുത്തു മാറ്റി ശാന്തതയിലും എളിമയിലും ജീവിക്കുവാൻ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ 26:12. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എപ്പോഴും സമാധാനം നൽകണമേ. കുടുംബങ്ങളിലും അവരുടെ പ്രവർത്തന മേഖലയിലും എപ്പോഴും സമാധാനം നിലനിൽക്കട്ടെ. ശുഭപ്രതീക്ഷയോടുകൂടി, പ്രസന്നതയോടുകൂടി ഞങ്ങളുടെ മക്കൾ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയും വിജയം കരസ്ഥമാക്കുകയും ചെയ്യട്ടെ. അവരുടെ ജീവിതത്തിൽ സമാധാനം തകർക്കുന്ന എല്ലാ അനുഭവങ്ങളും അസ്വസ്ഥകളും എന്നേക്കുമായി നീങ്ങിപ്പോകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയോടുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.